ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, അവിടെ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഡ്രോൺ സാന്നിധ്യം സംബന്ധിച്ചും അവിടെ കേട്ട ഈ വെടിയൊച്ചകളുടെ കാര്യത്തിലൊക്കെ വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത്. നിലവിൽ എന്താണ് അവിടുത്തെ സ്ഥിതി, ബൽറാം? ഉന്മേഷ്, ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റോളമായി വെടിയൊച്ചകളൊന്നും കേൾക്കാനില്ല ശ്രീനഗറിന്റെ ആകാശത്ത്, അല്ലെങ്കിൽ സ്ഫോടന ശബ്ദങ്ങളൊന്നും തന്നെ ശ്രീനഗറിന്റെ ആകാശത്തൊന്നും കേൾക്കാനില്ല. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 8:45 കൂടിയാണ് ശ്രീനഗറിലെ വലിയ ആശങ്ക പടർത്തിക്കൊണ്ട് ഇത്തരം സ്ഫോടന ശബ്ദങ്ങൾ, അതിൽ ചില ഉഗ്രശേഷിയുള്ള സ്ഫോടന ശബ്ദങ്ങൾ ഉൾപ്പെടെ ശ്രീനഗറിന്റെ ആകാശത്തു നിന്നും കേട്ടു തുടങ്ങിയത്. ഇന്ന് 5 മണി മുതൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന്റെ വലിയ ആശ്വാസത്തിലായിരുന്നു ശ്രീനഗറിലെ ജനങ്ങൾ. അവർ ആ ആശ്വാസം, സന്തോഷം നമ്മളോട് പങ്കുവച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടന ശബ്ദം കേട്ടപ്പോൾ ആദ്യം അത് ഇത്തരത്തിൽ എന്തോ അസ്വാഭാവികമാണ് എന്നോ അല്ലെങ്കിൽ ഒരു അപകടകരമാണോ എന്നോ വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സന്തോഷം പങ്കുവയ്ക്കുന്നതോ പടക്കം പൊട്ടിക്കുന്നതോ ആണ് എന്ന ഒരു ധാരണയിലായിരുന്നു ജനങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം തുടർച്ചയായി മാലപ്പടക്കം പോലെ പൊട്ടുകയായിരുന്നു. അത്തരത്തിലുള്ള സ്ഫോടക ശബ്ദമാണ് ആദ്യഘട്ടത്തിൽ കേട്ടത്. ഇതോടെയാണ് പിന്നീട് ജനങ്ങൾ ഇത്തരത്തിൽ വെടിപൊട്ടിക്കുന്നതിനും അല്ലെങ്കിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്നതിനും മറ്റും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്, കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി എന്ന കാര്യം ഓർത്തത്. അപ്പോഴാണ് ആകാശത്തു നിന്നും ഇത്തരത്തിലുള്ള ശബ്ദവും വെളിച്ചവും ശ്രദ്ധയിൽപ്പെട്ടത്. തുടർച്ചയായി ഏതാണ്ട് 1 മണിക്കൂറിനിടെ 100-ലേറെ തവണ ഇത്തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ ശ്രീനഗറിന്റെ ആകാശത്തു നിന്നും നമ്മൾ കേട്ടു. അതിൽ ചിലത് ഉഗ്രശേഷിയുള്ള സ്ഫോടന ശബ്ദങ്ങൾ ഉൾപ്പെടെ കേട്ടിരുന്നു എന്നുള്ളതുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ നടപടി എന്ന് വേണം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റിടങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഡ്രോൺ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് എങ്കിൽ ശ്രീനഗറിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിലും ഇത്തരത്തിലുള്ള ഡ്രോണിന്റെ സാന്നിധ്യം വിമാനത്താവള പരിസരത്ത് 2 തവണ ഡ്രോൺ എത്തിയതായി ഉള്ള റിപ്പോർട്ടിനപ്പുറത്തേക്ക് തുടർച്ചയായുള്ള ഇത്തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നില്ല. ഇന്ന് പുലർച്ചെ 5:50-നാണ് ശ്രീനഗറിൽ ആദ്യമായി ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ 2 തവണ കേട്ടത്. അതിനു മുമ്പൊന്നും തന്നെ രാത്രി ഇത്തരത്തിലുള്ള ആശങ്ക വിതയ്ക്കുന്ന തരത്തിലുള്ള അസ്വാഭാവികമായ നീക്കങ്ങൾ ശ്രീനഗറിന്റെ ആകാശത്ത് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസവും പൂർണ്ണമായും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഇന്ന് എന്നാൽ പതിവ് പോലെ വൈകിട്ട് 7:30-ക്ക് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചിരുന്നില്ല. മറിച്ച് ഈ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത്. ഇപ്പോൾ ശ്രീനഗർ പൂർണ്ണമായും ഇരുട്ടിലാണ്. കഴിഞ്ഞ 3 ദിവസമായി ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ നിയന്ത്രണം ഇന്നും ഉണ്ട്. പൂർണ്ണമായും തെരുവ് വിളക്കുകൾ അണച്ചിരിക്കുന്നു. കൂടാതെ ജനങ്ങളിലും ആശങ്ക പടർത്തിയതിനാൽ തന്നെ വാഹനങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് തെരുവുകളിൽ ഒന്നും തന്നെ നീങ്ങുന്നത് കാണാനില്ല. പോലീസിന്റെ പട്രോളിംഗ് വാഹനങ്ങൾ ഇപ്പോൾ റോഡുകളിൽ സഞ്ചരിക്കുന്നുണ്ട്. അവർ കൃത്യമായി തന്നെ പുറത്തുള്ള ആളുകളെ സുരക്ഷിതമായി വീടിനകത്തേക്ക്, കെട്ടിടങ്ങൾക്കകത്തേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണം, ഇത് ജനങ്ങൾ പുറത്തിറങ്ങാത്തതിന് പിന്നിൽ വലിയ ആശങ്ക കൂടി അതിനൊരു കാരണമായി നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇത്തരത്തിൽ അതിർത്തികളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ഷെല്ലാക്രമണങ്ങൾ ഉണ്ടാകുന്നു. ജമ്മു അടക്കമുള്ള ഇടങ്ങളിൽ ഡ്രോൺ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നു തുടർച്ചയായി എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ശ്രീനഗറിൽ നേരിട്ട് ഡ്രോണുകൾ എത്തുന്ന സാഹചര്യം ഇന്ന് ആണ് അത്തരത്തിലുള്ള ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. പ്രത്യേകിച്ചും വിമാനത്താവളം ലക്ഷ്യമാക്കി വന്ന ഡ്രോണുകൾ തകർത്തതായി സൈന്യം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ആ സമയത്തൊഴികെ മറ്റ് ഡ്രോൺ സാന്നിധ്യമോ അല്ലെങ്കിൽ തുടർച്ചയായുള്ള ശബ്ദമോ വെളിച്ചമോ ആകാശത്തു നിന്നും ശ്രീനഗറിൽ ഇതുവരെ കണ്ടിരുന്നില്ല. ഇന്ന് വൈകിട്ട് 8:30 മുതലാണ് ഇത്തരത്തിലുള്ള നടപടികൾ കണ്ടത്. ഇത് ഇപ്പോഴും ജനങ്ങൾക്ക് ഇത്തരത്തിൽ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും തുടർച്ചയായി മുൻപുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി 100ഓളം തവണയാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി ശബ്ദങ്ങൾ ആകാശത്തു നിന്നും കേട്ടത്? അതിൻ്റെ വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ ഇപ്പോൾ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ 8:45 വരെ, ആ സമയം വരെ അവിടെ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ അത് എന്താണെന്ന് ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക്.